പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 4ാം ക്ലാസ്സിലെ ഓണത്തിൻ്റെ എക്സാമിന് മുന്നുള്ള ഒരു ഫൈനൽ റിവിഷനാണ്. ഇതിൽ എല്ലാത്തിൻ്റെ ഷോർട്ടായിട്ടുള്ള പ്രധാനപ്പെട്ടത് പോയിൻറ്റ്സ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. എന്തിനാണ് വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയവ വാങ്ങുന്നതിനും വേണ്ടിയിട്ടാണ്. വിദേശികൾക്ക് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. ബ്രിട്ടീഷുകാർ അപ്പോൾ വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. വിദേശികൾക്ക് ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ കഴിഞ്ഞതും എന്ന് വെച്ചാൽ മറ്റു നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള രാജാക്കന്മാർ പരസ്പരം ശത്രുതയിലായിരുന്നു. ആ ഒരു ഇതിലാണ് വിദേശികൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതെന്തുകൊണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പീരങ്കി, തോക്ക് മുതലായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യക്കാർക്ക് അങ്ങോട്ട് അവരെ മുന്നേ യുദ്ധം ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. നമ്മളെ സൈന്യത്തിന് ബലം കുറവായിരുന്നു. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930. അക്കാലത്ത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. ക്രൂരരായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർക്ക് ഉപ്പെടുക്കുന്നതിന് നികുതി അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടങ്കിലാക്കി. അപ്പോൾ ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. അങ്ങനെയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് ആരംഭം. ഗാന്ധിജി 1930 മാർച്ച് 12-നാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഇന്ത്യ സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ സ്റ്റാർട്ടിങ്. മഹാത്മാഗാന്ധി ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. അവർ മാർച്ച് 12-ന് പുറപ്പെട്ടിട്ട് 24 ദിവസം കഴിഞ്ഞ് ഏപ്രിൽ 5-നാണ് 1930 ഏപ്രിൽ 5-നാണ് അവർ അവിടെ എത്തിച്ചേർന്നത്. കടപ്പുറത്ത് ദണ്ഡി ബീച്ചിലാണ് എത്തിച്ചേർന്നത്. പിന്നെ അവിടെ എത്തിച്ചേർന്നിട്ട് ഗാന്ധിജി ഒരു പിടി ഉപ്പ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, എന്താ ഈ ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഇത് സോൾട്ട് സത്യാഗ്രഹം, ദണ്ഡി യാത്ര എന്നും അറിയപ്പെടുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇന്ത്യ വിടുക എന്നാണ്. ഗാന്ധിജി അപ്പം എന്താ പറഞ്ഞത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തത്. സ്വാതന്ത്ര്യസമരം കേരളത്തിലും. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യസമര ആവേശം കേരളത്തിൽ മലയടിച്ചു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പനായിരുന്നു. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്നറിയപ്പെട്ടു. കേരളത്തിൽ നടന്ന ഒരു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മറ്റൊരിതാണ് പയ്യന്നൂർ കടപ്പുറത്ത് നടന്നത്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീലുദ്യോഗം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി ഉയർന്നു. സത്യവും അഹിംസയും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942 തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920,
ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ 1942 തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. അതാണ് മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ദേശീയഗാനം രചിച്ചത് ജനഗണമന കേട്ടോ. നമ്മുടെ ദേശീയഗാനം എന്ന് പറഞ്ഞാൽ ജനഗണമന. രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന രചിച്ചത്. ഏതു ഭാഷയിലായിരുന്നത്? ബംഗാളി ഭാഷയിലായിരുന്നു നാഷണൽ സോങ് രചിച്ചത്. ദേശീയഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? എല്ലാവരും അറ്റൻഷൻ പൊസിഷനിലാണ് നിൽക്കേണ്ടത്. നാഷണൽ ആന്തമാണ് കേട്ടോ ജനഗണമന. സോങ് വന്ദേ മാതരമാണ്. അപ്പോൾ ഇതിൻ്റെ സമയം 52 സെക്കൻഡാണ്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റൻഷനായിട്ട് നമ്മൾ നിൽക്കണം. ബംഗാളിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. ദേശീയ മുദ്ര. അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് മുദ്രയിൽ പ്രധാനമായുള്ളത്. അപ്പം 3 സിംഹത്തിന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. മറ്റേതൊന്നും ബാക്കിലാണ്, വിസിബിളായിരിക്കും. ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോക ചക്രം. അശോക ചക്രത്തിൽ 24 അരക്കാലുകളുണ്ട്. ഇതിൽ സത്യമേവ ജയതേന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് ദേശീയഗീതം. ദേശീയഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. എഴുതിയതാണ് വന്ദേമാതരം. ആരാണ് എഴുതിയത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം ആദരവും ദേശീയ അടയാളങ്ങളോടും നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, മ്യാൻമർ, ബംഗ്ലാദേശ് കേട്ടോ, ഭൂട്ടാൻ. അത് ചിലപ്പോൾ ഉണ്ടായിക്കോളും, ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ചെറുത് ഗോവയാണ്. പിന്നെ 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. പക്ഷിയെ നിരീക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പക്ഷി കാണപ്പെടുന്ന സ്ഥലം, കണ്ട സമയം, വലുപ്പം, നിറം, കൂട്, ശബ്ദം, കാലുകളുടെ നിറം, വിരലുകളുടെ എണ്ണം, വലിപ്പം, നീളം, കണ്ണുകളുടെ വലിപ്പം, നിറം, തൂവലുകളുടെ പ്രത്യേകത, പറക്കുന്ന രീതി. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എഴുതണം കേട്ടോ. എന്തെല്ലാം കാര്യങ്ങളാണ് പക്ഷീനെ നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒരു നിരീക്ഷണക്കുറിപ്പ് ഒരെണ്ണം ചെറിയ രീതിയിൽ ഒരെണ്ണം പഠിച്ചു വയ്ക്കാൻ നല്ലതായിരിക്കും. നിരീക്ഷണക്കുറിപ്പ്, പക്ഷിയുടെ പേര്, കണ്ട സ്ഥലം, കണ്ട സമയം, നിറം, ചുണ്ടിൻ്റെ സവിശേഷത, കാലുകളുടെ പ്രത്യേകത, വാലിൻ്റെ സവിശേഷത, മറ്റ് സവിശേഷതകൾ. അങ്ങനെയായിട്ട് ഒരെണ്ണം പഠിച്ചു വെച്ചാൽ നല്ലതാണ്. പക്ഷികളുടെ കൂടുകളുടെ ആകൃതി, വലിപ്പം, നിർമ്മാണ വസ്തുക്കൾ, കൂടുണ്ടാക്കുന്ന സ്ഥലം, കൂടുകളുടെ ഉണ്ടാക്കുന്ന രീതി, മുട്ടകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ലോകത്തെ ഏറ്റവും വലിയ പക്ഷിയുടെ മുട്ട തന്നെയാണ് ഏറ്റവും വലിയ മുട്ടയും. ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം 1.5 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. മാത്രമല്ല കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണും ഒട്ടകപ്പക്ഷിയുടേതാണ്. ദേശാടന പക്ഷികൾ നോക്കിയേ: കടും പച്ചപ്പൊടിക്കുരുവി, കാവി, നാഗമോഹൻ, മഞ്ഞക്കിളി, പൊന്മണൽ കോഴി, കാട്ടുവാലിക്കുലുക്കി. പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുള്ള രക്ഷയ്ക്കും ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി ചിലയിനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തെത്തുന്നു. കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ അവ തിരിച്ചും സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നാളെയും കൂടി ഉണ്ടല്ലോ. അപ്പം നന്നായിട്ട് തലേദിവസം നന്നായി പഠിക്കുക. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. പക്ഷികളുടെ കുറച്ച് ഫീച്ചേഴ്സ് അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാകും, നോക്കിയിട്ട് നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. പിന്നെ ഈ 3 ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് പഠിക്കുക.
പൊല്യൂഷൻ്റെ പാടൊക്കെ ഒന്ന് ജസ്റ്റ് വായിക്കുക. എന്തൊക്കെ റീസൺസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ പഠിച്ച് വയ്ക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.